ഒരാൾ അതെ ഇവിടുന്ന് ഒരു ബാലക്കെട്ട് വരും, അതായത് ഒരു ചാക്ക് നിറയെ എന്തോ സാധനമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈം നോക്കിയാൽ ആ കറക്റ്റ് 1 മണി. കണ്ടോ കണ്ടോ അതൊക്കെ പോണേ. എങ്ങോട്ട് ഇത്ര ടൈമിൽ നോക്കി അയാൾ പോണത്? എൻ്റെ ദൈവം, അതും ഈ ഒരു കാടിന് നടുവ് കൂടെയുള്ള റോഡിന്. എനിക്കൊന്നുമില്ല, ഈ വഴി വന്ന് കുടുങ്ങിയതാ. അയാൾ എനിക്ക് കൈ കാണിച്ചു ഫസ്റ്റ്, ആകെ മുഷിഞ്ഞ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റ് ഫ്ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ കാരണം, ഇന്നലെ ഞാനൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 35-40 കിലോമീറ്റർ ദൂരമാണ് പോയത്. രാത്രി ഇവിടുന്ന് ഒരു 6:00 സ്റ്റാർട്ട് ചെയ്ത് 7:45 അമ്പലത്തിലെത്തി. അങ്ങനെ ഉത്സവത്തിനൊക്കെ പങ്കെടുത്ത എല്ലാം പ്രോഗ്രാമും കഴിഞ്ഞ് അവിടെ നിന്ന് വരുമ്പം 11:45-12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ റോഡിന് വരാണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന ടൈമിൽ ഏകദേശം 5 കിലോമീറ്ററോളം കുറയും ഷോർട്ട് കട്ടിന് ചാടുമ്പോൾ. പക്ഷേ ടാർ റോഡല്ല, ഓഫ് റോഡാണ്, ഫുള്ള് കല്ലും ഒക്കെ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ആ റോഡിന് വരുന്ന ടൈമിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന്. അപ്പോൾ ഉള്ളിലേക്ക് കയറി വരുന്ന ടൈമിൽ എൻ്റെ നേരെ ഫ്രണ്ടിൽ എനിക്കൊരു ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നു, ചാക്ക് പുറകെ വെച്ചിട്ട് നടക്കുകയാണ്. ഒരു കറുത്ത ഡ്രസ്സാണ് ഇട്ടത്, അങ്ങനെ താടിയൊക്കെ ഉണ്ട്. ഈ കറക്റ്റായിട്ടോ ഫേസ് ഞാൻ ലൈറ്റ് അടിച്ചപ്പോൾ തന്നെ ഇയാൾ തല താഴ്ത്തി നടക്കുകയുണ്ടായത്. എന്നെ നോക്കി. അപ്പോൾ ഞാൻ കരുതി നടന്നു പോവുകയായിരിക്കും. പക്ഷേ പതുക്കെ നടന്നു പോകും. തീരെ വയ്യ ഇയാളോട്. ഇയാൾ തീരെ പറ്റുന്നില്ല നടക്കാൻ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ട് പലതും, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. കൈ കാണിച്ചു ഫസ്റ്റ്. അപ്പം ഞാൻ കരുതി എൻ്റെ പുറകെ കയറിയിട്ട് എവിടെ ഇറങ്ങാനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് എടുത്തപ്പോൾ എവിടെ ഇറങ്ങണമെന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എനിക്കൊരു എന്താ പറയുക, ആ ഒരു ടൈം അപ്പം എനിക്ക് 1:10 1 മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രാത്രി. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു, അയാളെ പുറകെ കയറ്റി, വണ്ടീൻ്റെ പുറകെ കയറ്റി ഞാൻ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു റീപ്ലൈ ഇല്ല പുറകുന്ന്. വണ്ടീൻ്റെ പുറകെ ചാടി കയറിയാൾ ഇങ്ങനെ കയറിയിട്ട് ഒരു 1/2 കിലോമീറ്ററോളം പോകുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചോദിക്കുന്നുണ്ട്, ഈ ടൈമിൽ എന്തിനും ഇവിടെ വന്ന്, എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? മെയിൻ റോഡുമേലേക്ക് അവിടെ നിന്ന് എനിക്ക് 2 കിലോമീറ്ററോളം ഉണ്ട്, അങ്ങോട്ട് പോകാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ മെയിൻ റോഡുമേലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇയാൾ ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന തൊട്ടടുത്തുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. സൈഡൊക്കെ റബ്ബർ എസ്റ്റേറ്റാണ്, ഒരു സൈഡ് ഫോറസ്റ്റാണ്. അപ്പോൾ സൈഡിലുള്ള ഈ റബ്ബർ എസ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ കയറി. അപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങോട്ടാണ് പോകുന്നത് കണ്ടുപിടിക്കണല്ലോ. രാത്രി ഇങ്ങനെ നടക്കും ഒരു മനുഷ്യന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിട്ട് ലൈറ്റ് വെച്ചിട്ട്, ടോർച്ച് നമ്മൾ എടുത്തില്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അമ്പലത്തിൽ ഉത്സവത്തിന് പോയി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ഒരു റബ്ബർ എസ്റ്റേറ്റിലേക്ക് ഉള്ളിലാണ് കയറിയിട്ട് ഇയാൾ പിന്നെ നടന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ ഞാൻ പുറകിൽ ഫോണിൽ ലൈറ്റ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, അങ്ങനെ കാണാം ലൈറ്റിൽ. അപ്പോൾ ആ ബിൽഡിങ്ങിന് അങ്ങോട്ട് ഇറങ്ങിയതും പിന്നെ ഇയാളെ കാണുന്നില്ല. എവിടെ നോക്കിയിട്ടും ബിൽഡിങ് ലോക്കാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, റോമാൻസിഫിക്കേഷൻ, കൊണ്ട് ഇതായി നിൽക്കുന്നില്ലേ, ശരീരം നന്നായിട്ട് തണുപ്പ് കയറുമ്പോൾ തോന്നി. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്ത് ഒരു സൈഡിലേക്ക് നോക്കിയതും അങ്ങോട്ട് ഇരുട്ടാണ് ഫുള്ള്. എൻ്റെ കയ്യിൽ വേണ്ടത്ര ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അടിച്ച് നോക്കാൻ പറ്റുന്നില്ല. ഉള്ള ലൈറ്റിനെ അങ്ങനെ കാണുന്നുണ്ട്. ഒരു സൈഡിലേക്ക് വീടിൻ്റെ അങ്ങോട്ട് നീണ്ടെടുക്കുക വീട് മൊത്തം. അതിനുള്ളിൽ കയറിയിട്ടുമില്ല, ലോക്കാണ്. പക്ഷേ സൈഡിലേക്ക് പോയി ഒരു സൈഡിൽ ഞാൻ നോക്കി, മറ്റേ സൈഡ് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ മനസ്സാകെ എന്തൊരുതായി. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി കയറി. പിന്നെ എത്രയെല്ലാം ആ റോഡും കൂടെ പോയി എനിക്കറിയില്ല. അത്രയും സ്പീഡിൽ ഞാൻ പെട്ടെന്ന് തന്നെ മെയിൻ റോഡിൽ കടന്ന് പോരാണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ടത് മുതൽ ഇയാളെ ഇറക്കി കൊടുക്കുന്ന എല്ലാം ഷൂട്ട് ചെയ്ത് എന്താ പറയുക, പെട്ടെന്നുള്ളൊരു തീരുമാനമാണല്ലോ ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അത് ആ മനുഷ്യനാണോ പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയാൽ കാണുന്നില്ല, പിന്നെ അയാളെ കാണുന്നില്ല. എന്തായാലും നമ്മൾ ആ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും അതുപോലെ തന്നെ ഭാര്യമാർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൺ സാരികളും അതുപോലെ തന്നെ ചുരിദാർ പീസുകളൊക്കെ വന്നിട്ടുണ്ട്. വില എന്ന് പറഞ്ഞാൽ വെറും 899, അതുപോലെ തന്നെ 900 രൂപയാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ വീട്ടിലെത്തിച്ചു തരും. അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്, ഫ്രീ ആണ്, ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യും കേട്ടോ. ഈ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യും. ഒരാൾ ഇവിടുന്ന്
ഒരു ഭാണ്ഡക്കെട്ട് വരും, അതായത് ഒരു ചാക്ക് നിറയെ എന്തോ സാധനമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ടൈം നോക്കിയാൽ ആ കറക്റ്റ് 1 മണിയാണ്. കണ്ടോ, ഞാൻ അമ്പലത്തിന് ഉത്സവം കഴിഞ്ഞ് വരുന്ന വഴിയാണ്, അതേ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോൾ ഈ വഴി വന്നത്, അത് 5 കിലോമീറ്റർ കുറവുണ്ട് ഈ വഴിക്ക് വരുമ്പോൾ. പക്ഷേ എനിക്ക് പോകാനുള്ള വഴിയിലാണ് അയാൾ നിൽക്കുന്നത്. എന്താണെന്ന മനുഷ്യൻ തന്നെയാണ്, മനുഷ്യനാണ് അയാൾ. ചാക്കുകെട്ട വഴിയുണ്ട്. നമുക്ക് ഏതായാലും പോയി നോക്കാം എന്താ സംഭവം അറിയാം. ഞാൻ പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്താണ്, ഞാൻ ടോർച്ചൊന്നുമില്ല, കാണിച്ചു തരേ. അതെ അങ്ങോട്ട് പോയി കേട്ടോ. ഇതേ കണ്ടോ കണ്ടോ, അതൊക്കെ പോണേ. എങ്ങോട്ട് ഇത്ര ടൈമിൽ നോക്കി അയാൾ പോണത്, എൻ്റെ ദൈവമേ. അതും ഈ ഒരു കാടിന് നടുക്കൂടെയുള്ള റോഡിന്. എനിക്കൊന്നുമില്ല, ഈ വഴി വന്ന് കുടുങ്ങിയതാ. അയാൾ എനിക്ക് കൈ കാണിച്ചു ഫസ്റ്റ്, ആകെ മുഷിഞ്ഞ വേഷതാ കണ്ടോ. എൻ്റെ ദൈവം. ഹലോ, എന്തെങ്കിലും കല്ലെടുത്ത് എറിയാനുള്ള പേടിയായിരിക്കും, അത് വേറെ ഒന്നുമില്ല. നമ്മൾ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഇമ്മാതിരിയുള്ള റോഡാണ് കേട്ടോ, കട്ട് റോഡാണ്. ഇത് കഴിഞ്ഞൊരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് റോഡുള്ളത്, മെയിൻ റോഡ്. പോയി നോക്കാം എന്താ സംഭവം എന്നറിയില്ല, എന്തെങ്കിലും ചെയ്താൽ പെട്ടുപോകും. അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ചു. ഹലോ, ആളെ നിന്ന് കേട്ടോ, നിന്ന് അയാൾ. നിങ്ങളെങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണ്ടേ? കൈ കാണിക്കാൻ കേട്ടോ, കണ്ട കൈയാണ് കയറ്റാനാന്ന് തോന്നുന്നു. പാവം തോന്നുന്നല്ലേ. ഏതായാലും വണ്ടി കയറ്റാം. എന്താ ചെയ്യുമെന്നുള്ള പേടിയാണ്. അതാ എനിക്ക് ആകെ ഈ വഴി അങ്ങോട്ട് പോയാൽ മതി. 2 കിലോമീറ്ററത്തെ റോഡിൽ തീരുന്നു, പക്ഷേ അവിടെ നിൽക്കുന്നതാ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് വയ്യ തീരുന്ന നടക്കാൻ. പക്ഷേ ഈ ടൈമിൽ അത് മനുഷ്യൻ തന്നെയാണ്. കറക്റ്റായിട്ട് ഞാൻ ഫേസ് കണ്ടു. വേറെ വണ്ടി കയറ്റാ. എങ്ങോട്ടാ പോണ്ടത്? കയറി. എവിടെയൊക്കെ പോണ്ടത്? എവിടുന്നാ വരുന്നത്? ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡുണ്ട്, മെയിൻ റോഡ്. അവിടെ ആക്കി തന്നാൽ മതിയോ? ഈ ഒരു ടൈമിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞാൻ വണ്ടി നിർത്തി. ഹലോ, മലയാളി അല്ലേ? ഇപ്പോൾ ടൈം 1:15 നിങ്ങൾ ഈ ടൈമിലൊക്കെ എവിടെ പോവുക? എന്ത് റോഡാ? പുറകിലില്ലേ? ഈ 1 മണിക്ക് എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. ഇവിടെ ഇറങ്ങാം. ആ, അയാൾ ഇവിടെ ഇറങ്ങി.
ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു വീട് ഈ ഒരു പ്രദേശത്താണ് വീടില്ല. പക്ഷേ ഇയാളെ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ചാടി ഇറങ്ങി വണ്ടിയിൽ നിന്ന്. വല്ലാതെ മനുഷ്യൻ തന്നെ കേട്ടോ ഈ ഒരു ടൈമിൽ ഇവിടെ നടക്കാൻ വയ്യാൻ തോന്നുന്നു. വളഞ്ഞാ പോണത്. അതൊക്കെ ആകെ ടയർഡായിരിക്കും ആളെ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? മനുഷ്യന് മെനക്കെടുത്ത മനസ്സിലായി. വഴിയിൽ വന്നിരുന്നു. അല്ല ഞാൻ കൂടെ പോണ അവിടെ പോണ അവിടെ കയറി ആ റബ്ബർ സ്ട്രീറ്റിലേക്ക് പോണത് കണ്ടോ? ആ റബ്ബർ സ്ട്രീറ്റിലേക്ക് പോണത്. ഇയാൾ ഇങ്ങോട്ടാണ് പോണത്? ഈ ടൈമിൽ ഇയാൾ എങ്ങോട്ടാണ് പോണത്? ഭയങ്കര കേട്ടോ. ഇയാളത് അങ്ങോട്ട് പോകണം. എന്താ ഇതേട്ടാ പോണത്? തിരിഞ്ഞയാൾ നോക്കുന്നില്ലല്ലോ. കണ്ടോ ഇതെവിടേക്കാണ് പോണത്? അതേ പോണ കണ്ടോ കണ്ടോ? എൻ്റെ ദൈവം, ഈ ഒരു മനുഷ്യനൊരു കാര്യം നോക്കി. അവിടെ ഒരു വീടുണ്ട് കണ്ടോ? അതാ ആ വീട് ലക്ഷ്യം പോണത്. അതാണ്ടോ ആ വീട്ടിലേക്കാണ് പോണത്. എൻ്റെ ദൈവമേ, നോക്കി. അയാൾ എവിടെ പോയി? ഇവിടെ വരെ കണ്ടു. ഈ ഒരു ഭാഗം വരെ കണ്ടു. അല്ല കണ്ടോ? പെട്ടെന്ന് ഇവിടെ തന്നെ മാറിയത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. എൻ്റെ ദൈവമേ, ഇവിടെ വരെ കണ്ടതാ കറക്റ്റായിട്ട്. അവിടേക്ക് ലോക്കാണല്ലോ. അവിടെ രാമക്കോളത്ത രോമൊക്കെ എടുത്ത് പിടിക്കുന്നു. എൻ്റെ ദൈവം, ഇവിടെ നിൽക്കരുത്.